എന്നോട് എല്ലാവരും പൊതുവെ ചോദിക്കാറുണ്ട്, നീ എന്താ ഇങ്ങനെ വെളിയിലിരിക്കുന്ന, വണ്ണം വെക്കാത്ത എന്താ, വണ്ണം വെക്കാത്ത എന്താ. ഒരു 5 രൂപയൊക്കെ സ്റ്റാർട്ടിംഗ് പ്രൈസിൽ ഇഷ്ടം പോലെ സാധനങ്ങൾ നമുക്ക് ഇവിടുന്ന് വാങ്ങിക്കാൻ പറ്റും. ഹായ് ഫ്രണ്ട്സ്, കൊച്ചു വെളുപ്പാങ്കാലത്ത് വാമിക്കുട്ടി അമ്മൂമ്മയൊക്കെ ഉറക്കത്തിൽ നിന്ന് കുത്തിപ്പോക്കി എണീപ്പിച്ചിട്ട് നമ്മളിത് ഫേമസ് കന്യാകുമാരി സൺറൈസ് കാണാൻ വേണ്ടി പോവുകയാണ്. വാമിക്കുട്ടി ഇതാ ഇപ്പോഴും കോട്ടുമായിട്ടോണ്ടിരിക്കുകയാണ് കേട്ടോ. ഉറക്കത്തിൽ നിന്ന് വിളിച്ചുണർത്തിയതിൻ്റെ ആ ഒരു ഹാങ് ഓവർ ഇതുവരെ അങ്ങോട്ട് മാറിയിട്ടില്ല. പിന്നെ താ നല്ല ചൂട് ഹോർലിക്സ് ഒക്കെ കണ്ടപ്പോൾ ആളൊന്നും ഉണർന്നിട്ടുണ്ട്. പിന്നെ ഈ ഹോർലിക്സ് ഒന്നും മോക്ക് റെഗുലറായിട്ട് അങ്ങനെ കൊടുക്കാറൊന്നും ഇല്ല കേട്ടോ. നമ്മളിങ്ങനെ ലോങ് ട്രിപ്പൊക്കെ പോകുന്ന സമയത്ത് ചായയൊക്കെ കുടിക്കുമ്പോൾ ആ കൂട്ടത്തിലൊന്ന് വാങ്ങിച്ചു കൊടുക്കും, മാത്രമേ ഉള്ളൂ. അങ്ങനെ ചായയൊക്കെ കുടിച്ചൊന്ന് ഉഷാറായിട്ട് നമ്മളിതാ സൺറൈസ് കാണാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. സൺസെറ്റ് വ്യൂ പോയിന്റ് ഉള്ളതുപോലെ തന്നെ ഇവിടെ സൺറൈസ് വ്യൂ പോയിന്റും ഉണ്ട് കേട്ടോ. ഇതാ ഈ കാണുന്നതാണ് നമ്മുടെ സൺറൈസ് പോയിന്റ്. ഇത് ഈ ഒരു വ്യൂ പോയിന്റിന്റെ ഏറ്റവും താഴത്തെ ഫ്ലോർ എന്നുള്ളൊരു വ്യൂ ആണ് കേട്ടോ. നമ്മൾ ടിക്കറ്റ് ഒക്കെ എടുത്തു. ഇനി നമുക്ക് പതുക്കെ മുകളിലേക്ക് കയറി പോകാം. നമ്മൾ ഓരോ ഫ്ലോർ മുകളിലേക്ക് എത്തുന്നതോറും കടലിലേക്കുള്ളൊരു കാഴ്ച ഇങ്ങനെ വിശാലമായിട്ട് വന്നുകൊണ്ടേയിരിക്കും. എന്തായാലും ഒരു വ്യൂ, ശരിക്കും കടലിലെ നടുക്ക് നിൽക്കുന്ന പോലെ തോന്നൂട്ടോ ഇവിടെ നിന്നാല്. വാമിക്കുട്ടി ഇവിടെ കിടന്ന് ഓട്ടാണ് കേട്ടോ. ആളുടെ പുറകെ ഓടണമെങ്കിൽ തന്നെ അത്യാവശ്യം നല്ല സ്റ്റാമിന ഉള്ളവരാക്കിയേ പറ്റത്തുള്ളൂ. എന്നോട് എല്ലാവരും പൊതുവെ ചോദിക്കാറുണ്ട്, നീ എന്താ ഇങ്ങനെ വെളിയിലിരിക്കുന്ന, വണ്ണം വെക്കാത്ത എന്താ, വണ്ണം വെക്കാത്ത എന്താന്ന്. അപ്പോൾ അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത്, എൻ്റെ പ്രധാന എക്സസൈസ് അല്ലെങ്കിൽ ഞാൻ വണ്ണം വെക്കാത്തതിൻ്റെ പ്രധാന റീസൺ എന്ന് പറയുന്നത് മാമിമോളുടെ പുറകെയുള്ള ഓട്ടമാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ സൺറൈസിനുള്ള ടൈം ആയി കേട്ടോ. സൂര്യൻ ഇങ്ങനെ പതുക്കെ പൊങ്ങി പൊങ്ങി വരുന്നുണ്ട്. വാമിക്കുട്ടിയൊക്കെ അവിടെ ഭയങ്കര എക്സൈറ്റ്മെൻറ്റോടെ കാത്തിങ്ങനെ നിൽക്കുകയാണ് ആ ഒരു സൺറൈസ് കാണാൻ വേണ്ടിയിട്ട്. എനിക്കൊന്ന് വാമിക്കുട്ടി നേരത്തെ കണ്ടിട്ടുണ്ട്, എന്നാലും ഓരോ തവണ കാണുമ്പോഴും ആൾക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ് കേട്ടോ. അങ്ങനെ സൺറൈസ് നല്ല ഭംഗിയായിട്ട് കണ്ടു. സൺറൈസ് കഴിഞ്ഞു നമുക്കിനി വീട്ടിൽ പോകാം, മാമിക്കുട്ടിക്ക് സ്കൂളിൽ പോകണ്ടേന്ന് വെറുതെ ഏട്ടനൊന്ന് പറഞ്ഞാണ് കേട്ടോ. അതിന്റെ പ്രകടനമാണ് ഇപ്പൊ കണ്ടത്. ഏട്ടൻ വന്നതിന് ശേഷം മാമിക്കുട്ടിക്ക് സ്കൂളിൽ പോകാൻ ഭയങ്കര മടിയാണ് കേട്ടോ. അതിനു മുമ്പ് രാവിലെ എണീച്ചാൽ എനിക്കിന്ന് സ്കൂളിൽ പോകണ്ടേ, എന്നെ റെഡി ആക്കുന്നില്ലേ എന്നൊക്കെ ഇങ്ങോട്ട് ചോദിക്കുന്ന ആളാണ്. പക്ഷെ ഇപ്പൊ രാവിലെ എണീക്കുമ്പോൾ ചോദിക്കുന്നത് ഞാനിന്ന് പോണോ എന്നാ. അവള് നോക്കുമ്പോ എന്താ രസം, ഇങ്ങനെ കറങ്ങി നടന്നാൽ മതിയല്ലോ, പഠിക്കണ്ട, കറക്റ്റ് സമയത്ത് ആഹാരം കഴിക്കണ്ട, എന്താ സുഖം. നമ്മൾ തിരിച്ച് റൂമിലേക്ക് പോകുന്ന വഴിക്ക് വാമിക്കുട്ടിക്ക് ബബിൾസ് വേണം എന്ന് പറഞ്ഞിട്ട് ഒരു ഷോപ്പിൽ കയറിയതാണ്. അപ്പോഴാണ് ഒരു കാര്യം പറയാൻ ഓർമ്മ വന്നത്. അതായത് നമുക്ക് ഏറ്റവും ചീപ്പായിട്ട് ഷോപ്പ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലം കൂടിയാണ് കേട്ടോ ഈ കന്യാകുമാരി എന്ന് പറയുന്നത്. സാധനങ്ങൾ ചീപ്പാണ് എന്ന് ഞാൻ പറയില്ല, പക്ഷെ ഒരു 5 രൂപയൊക്കെ സ്റ്റാർട്ടിംഗ് പ്രൈസിൽ ഇഷ്ടം പോലെ സാധനങ്ങൾ നമുക്ക് ഇവിടുന്ന് വാങ്ങിക്കാൻ പറ്റും. ഈ ഒരു പരിസരത്തുള്ള മിക്ക ഷോപ്പുകളും അങ്ങനെ തന്നെയാണ്. ഒരു 5, 10, 20, 30 റേറ്റിനൊക്കെ ഉള്ള സാധനങ്ങൾ അവർ അങ്ങനെ തന്നെ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു 200 രൂപയ്ക്ക് പർച്ചേസ് ചെയ്താൽ തന്നെ നമ്മുടെ കയ്യിൽ ഇഷ്ടം പോലെ സാധനങ്ങൾ കാണും. മെയിനായിട്ട് കുട്ടികളുടെയും വിമൻസിൻ്റെ ഒക്കെ ഐറ്റംസ് ആണ്. അതും കൊച്ചു പെൺകുട്ടികളുള്ള ആരെങ്കിലും ഒക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്തെടുക്കണം എന്ന് ആലോചിച്ച് കൺഫ്യൂഷനായി പോകും. പിന്നെ ഇവിടെ വന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം നോക്കി വാങ്ങിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. കാരണം ഒരു ആവശ്യമില്ലാത്ത കുറേ സാധനങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധ പോകും. പലതരത്തിലുള്ള പേനകൾ, പെൻസിൽ എന്ന് വേണ്ട മുതുക് ചൊറിയാനുള്ള ഒരു കമ്പില്ലേ, അതിൻ്റെ തന്നെ പല മോഡൽ സാധനങ്ങളാണ് ഇവർ നിരത്തി വെച്ചിരിക്കുന്നത്. അറിയാതെ നമ്മളെടുത്ത് പോകും ഭംഗി കണ്ടിട്ട്. എന്തായാലും വാമിക്കുട്ടിക്ക് വേണ്ടിയിട്ട് ഞാനൊരു അപാര പർച്ചേസ് തന്നെ നടത്തിയിട്ടുണ്ട്. അങ്ങനെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മളിതാ റൂമിലേക്ക് പോകുകയാണ്. ഇനി പോയി കുളിച്ചിട്ട് വേണം നമുക്ക് കന്യാകുമാരി ദേവിയുടെ ക്ഷേത്രത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞ് വേണം വിവേകാനന്ദ പാറ, ഗ്ലാസ് ബ്രിഡ്ജ്, തിരുവള്ളുവർ സ്റ്റാച്ചു, അങ്ങനെ ഇനിയും പോകാൻ ഒരുപാട് സ്ഥലങ്ങൾ ബാക്കിയുണ്ട്. അപ്പോൾ ഇനി ബാക്കി കന്യാകുമാരി വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്ത വ്ലോഗിൽ കാണാം. അതുവരെ ബൈ.